ഹലോ എല്ലാവരോടും ഞാനപ്പോൾ ഒരു ഈന്തപ്പഴം നാരങ്ങ അച്ചാറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിലേക്ക് മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈന്തപ്പഴം ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരിത് നന്നായിട്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കണം. ഈ കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 12 അല്ലി വെളുത്തുള്ളിയും, ഒരു 5 പച്ചമുളകുമാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ പൊടികൾ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ പൊടികളായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. നാരങ്ങ ഞാൻ പുഴുങ്ങി അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് പിന്നെ നോക്കിയതിന് ശേഷം ഞാൻ ചേർക്കണുള്ളൂ. ഉപ്പ് ആവശ്യത്തിന് നല്ലപോലെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടി ഇട്ട് യോജിപ്പിക്കണം കേട്ടോ. പൊടികൾ നല്ലപോലെ മൊരിഞ്ഞ് വരണം, കരിയാൻ പാടില്ല. അത് കഴിയുമ്പോഴേക്കും നമ്മൾ പുഴുങ്ങി ഉപ്പിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടി ഇട്ട് നല്ലപോലെ യോജിപ്പിക്കണം. നല്ലപോലെ എല്ലാം ഇതിൽ പിടിക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി കൂട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു 1/4 കപ്പോളം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. ഞാൻ ആ 1/4 കപ്പ് ഒഴിക്കണില്ല, ആവശ്യത്തിന് നോക്കിയിട്ടാണ് ഞാൻ ഒഴിക്കണത്. ഒരുപാട് വെള്ളം വേണ്ടല്ലോ. അപ്പോൾ ഗ്രേവി ഒന്ന് കട്ടിയാവണ വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു 1.5 ടീസ്പൂണോളമാണ് കേട്ടോ വിനാഗിരി ഒഴിക്കണത്. വിനാഗിരി ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 1.25 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നാരങ്ങാച്ചാറ് റെഡിയായി. എല്ലാവരും താങ്ക് യു.